നമ്മൾ പഹൽഗാമിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പഹൽഗാമിൽ എത്തുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ സൈന്യത്തിന്റെ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ്. എല്ലായിടങ്ങളിലും സൈന്യം ജാഗ്രതയിലാണ്. പാകിസ്ഥാന്റെ കൈ ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇനി എന്ത് തുടർ നടപടി എന്നതിലേക്കായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ആലോചനകൾ കടക്കാൻ പോകുന്നത്. സുരക്ഷാകാര്യ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി ഇന്ന് വൈകിട്ട് യോഗം ചേരാനിരിക്കുന്നു. 3 സേനാ തലവന്മാരും പ്രതിരോധ മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ശക്തമായ തിരിച്ചടിക്ക് വേണ്ടി ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നു. അതിനുള്ള നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അമിത്ഷാ പഹൽഗാമിൽ എത്തുന്ന ദൃശ്യങ്ങളാണ്. അമിത്ഷാ സൈന്യത്തിന്റെ ഹെലികോപ്റ്ററിൽ പഹൽഗാമിൽ ഇറങ്ങിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ സംഭവം നടന്ന ഉടൻ തന്നെ അദ്ദേഹം ശ്രീനഗറിലേക്ക് യാത്ര പുറപ്പെടുകയും അവിടെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇന്നിപ്പോൾ അദ്ദേഹം സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധി പഹൽഗാമിൽ നിന്ന് തത്സമയം റിപ്പോർട്ടുകളുമായി നമ്മളോടൊപ്പം ചേരുന്നു. ബൽറാം, അമിത്ഷാ പഹൽഗാമിൽ എത്തിയിരിക്കുന്നു. ഇനി എന്താണ് പഹൽഗാമിൽ അദ്ദേഹത്തിന്റെ ഈ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്, മറ്റ് വിവരങ്ങൾ എന്തൊക്കെ? ബൽറാം. GK ആഭ്യന്തരമന്ത്രി അമിത്ഷാ പഹൽഗാമിൽ ഏതാനും നിമിഷം മുമ്പാണ് എത്തിച്ചേർന്നത്. പ്രത്യേക ഹെലികോപ്റ്ററിലായിരുന്നു അദ്ദേഹം അവിടേക്ക് എത്തിച്ചേർന്നത്. പ്രധാനമായും ഈ അപകടം അല്ലെങ്കിൽ ഈ ആക്രമണമുണ്ടായ പ്രദേശം അത് നേരിട്ട് സന്ദർശിച്ച സാഹചര്യങ്ങൾ വിലയിരുത്തുക, നിലവിൽ ഇപ്പോൾ അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുക, കൂടാതെ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ, ഈ കാര്യങ്ങളാണ് ആഭ്യന്തരമന്ത്രിയുടെ ഈ സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം എന്നുള്ളത്. ഒപ്പം തന്നെ NIA സംഘവും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. NIA സംഘത്തിന്റെ പ്രാഥമികമായ പരിശോധന ഇപ്പോൾ നടത്തിവരികയാണ്. ഈ NIA ഉദ്യോഗസ്ഥരുമായും ആഭ്യന്തരമന്ത്രി ആശയവിനിമയം നടത്തും. പ്രധാനമായും എന്താണ് NIAയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്, അവരുടെ നിഗമനം എന്ത് എന്നുള്ളത് ഈ ഒരു ഭീകരാക്രമണത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാരിന്റെ തുടർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തിൽ NIA ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം സംസാരിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തും. തുടർന്നായിരിക്കും തുടർ നടപടികൾ, തിരിച്ചടികൾ എന്നിവ സംബന്ധിച്ചുള്ള കൂടിയാലോചന. ആ ചർച്ചകൾ ഡൽഹിയിലായിരിക്കും നടക്കുക. ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ജമ്മു കശ്മീരിൽ ശ്രീനഗർ കേന്ദ്രീകരിച്ച് പ്രധാനമായും നടക്കുന്നത് നിലവിലുള്ള ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് കൈമാറൽ, അവരുടെ നാട്ടിൽ എത്തിക്കൽ, മറ്റ് അവരുടെ ബന്ധുക്കളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കൽ, ഒപ്പം തന്നെ പലയിടങ്ങളിലും കുടുങ്ങിപ്പോയിട്ടുള്ള ഈ വിനോദസഞ്ചാരികളെ സുരക്ഷിതമാക്കുക, അവർക്ക് സ്വന്തം നാടുകളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ നടപടികളാണ് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ജമ്മു കശ്മീരിൽ പുരോഗമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയുമായും ജമ്മു കശ്മീരിൽ ശ്രീനഗറിൽ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് നടന്നത്. ഞാനിപ്പോൾ ഉള്ളത് അതേസമയം ശ്രീനഗറിലെ പോലീസ് എയ്ഡഡ് പോലീസ് ആസ്ഥാനമായ പോലീസ് കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിന് മുന്നിലാണ്. ഇവിടെയാണ് ഈ 26 പേരുടെ മൃതദേഹങ്ങൾ എത്തിക്കുകയും ഇവിടെ വെച്ചാണ് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ മരിച്ചവർക്ക് ആദരവ് അർപ്പിക്കുകയും ചെയ്തത്. NIAയുടെ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്നതാണല്ലോ. ഈ ഭീകരാക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയുടെ മറവിൽ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തായ്ബയും ISIയും ചേർന്നാണ് ആക്രമണം നടത്തിയത് എന്ന സംശയങ്ങൾ നിലനിൽക്കുന്നു. ഇവിടെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രിയപ്പെട്ട സ്വത്ത് എന്ന നിലയിലാണ് ലഷ്കർ തായ്ബയുടെ ഡെപ്യൂട്ടി ചീഫായ കസൂരി അറിയപ്പെടുന്നത്. കസൂരിയുടെ പങ്ക് ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ടോ? ഇതോടുകൂടി പാകിസ്ഥാന്റെ ഇടപെടൽ, പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തി കശ്മീരിൽ അസ്ഥിരതയുണ്ടാക്കാൻ നീക്കം നടത്തി എന്ന് NIAക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? NIA അന്വേഷണത്തിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമോ? ബൽറാം. GK NIAയുടെ പരിശോധന, ഈ ഗ്രൗണ്ട് സീറോയിലുള്ള NIAയുടെ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും NIAയുടെ പ്രാഥമിക നിഗമനം. അത് ആദ്യഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിരിക്കും NIA സംഘം പങ്കുവയ്ക്കുക. തുടർന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുക. അതേസമയം ഇപ്പോൾ GK സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആക്രമണത്തിലെ പാക് പങ്ക് സംബന്ധിച്ചുള്ള ചില വ്യക്തമായ സൂചനകൾ നിലവിലിപ്പോൾ മറ്റ് ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ജമ്മുകശ്മീർ പോലീസിന് ഈ ആക്രമണം നടന്ന ആദ്യ ഘട്ടം മുതൽ തന്നെ ജമ്മുകശ്മീർ പോലീസ് ഇതിലെ പാകിസ്ഥാന്റെ പങ്ക് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് പ്രധാനമായും
ഇത്തരത്തിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് ഒരു ആക്രമണം ജമ്മു കശ്മീരിൽ നടന്നു എന്ന വിവരം ലഭിക്കുമ്പോൾ തന്നെ അതിന് പിന്നിൽ പ്രാദേശികമായ ഭീകരവാദികളായിരിക്കില്ല. അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറമേ നിന്നെത്തിയ പാകിസ്ഥാനിൽ നിന്നെത്തിയ ഭീകരവാദികളാകും ആയിരുന്നു ജമ്മു കശ്മീർ പോലീസിന്റെ ഒരു നിഗമനം എന്നുള്ളത്. അത് ഏതാണ്ട് ശരിവെക്കുന്നത് തന്നെയാണ് മറ്റ് ഏജൻസികൾ ശേഖരിച്ച വിവരങ്ങളും. പ്രത്യേകിച്ച് ഈ ദൃക്സാക്ഷികൾ നൽകിയ വിവരങ്ങൾ, അവർ സംസാരിക്കുന്ന ഭാഷ, അവരുടെ വേഷം, രൂപം തുടങ്ങിയവയെല്ലാം തന്നെ ഇത് വ്യക്തമാക്കുന്നതാണ്. ഒപ്പം ഏറ്റവും പ്രധാനമാണ് ഈ കസൂരിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരു ഭീകര പ്രവർത്തനം നടത്തിയത് എന്നുള്ളത് ശരിവെക്കുന്ന തരത്തിൽ ഈ ആക്രമണം നടത്തിയ ഭീകരർ അവർ ഈ ദൃശ്യങ്ങൾ ഓരോന്നും ചിത്രീകരിച്ചിരുന്നു. അത് മറ്റൊരാൾക്ക് അവരെ ഏൽപ്പിച്ച ദൌത്യം കൃത്യമായി നിർവഹിച്ചു എന്നതിന്റെ തെളിവുകൾ സമർപ്പിക്കാൻ എന്ന വണ്ണമാണ് അവരുടെ ആ പ്രവൃത്തിയെ ഏജൻസികൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഒരു നിർദ്ദേശാനുസരണം പ്രവർത്തിച്ചതാണ് ഈ ഭീകരർ എന്നും അവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുമുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒപ്പമാണ് ഈ ആക്രമണത്തിന് ഉപയോഗിച്ച തോക്കുകൾ, 3 തരത്തിലുള്ള തോക്കുകൾ, അത് 3ഉം അമേരിക്കൻ നിർമ്മിതമായ തോക്കുകളാണ്. MK, ഒപ്പം തന്നെ AK-47, AK-56 എന്നീ 3 വിഭാഗത്തിൽപ്പെട്ട തോക്കുകൾ ഉപയോഗിച്ചുള്ള ബുള്ളറ്റുകളാണ് ഈ ആക്രമണം നടന്ന സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പാക് അധികൃതരുടെ ഈ ഭീകര സംഘടനകൾക്ക് അപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഭരണകൂടമോ സൈന്യമോ അറിഞ്ഞുള്ള ഒരു ഭീകരാക്രമണമായിരുന്നു ഇത് എന്ന സംശയത്തിലേക്ക് പോലും ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇത്തരത്തിൽ അത്യാധുനിക ആയുധങ്ങൾ, അമേരിക്കൻ നിർമ്മിതമായ ആയുധങ്ങൾ ഭീകരർക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇതിൽ പാകിസ്ഥാന്റെ ഭരണകൂടത്തിന്റെയും ശരി ബൽറാം, ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു. ISIയുടെ പിന്തുണയിൽ പാകിസ്ഥാൻ ആസൂത്രണം ചെയ്ത്, ലഷ്കർ ആസൂത്രണം ചെയ്ത് TRF നടപ്പാക്കിയ ഭീകരാക്രമണം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത 2 ബൈക്കുകളിലായിരുന്നു ഭീകരവാദികൾ എത്തിയത്. അവർ ഉപയോഗിച്ച ആയുധങ്ങൾ അത്യാധുനിക തോക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. MK, AK-47, AK-56 എന്നീ തോക്കുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിനകത്ത് ISIയുടെ പങ്ക്, അതിനോടൊപ്പം തന്നെ ലഷ്കർ ഭീകരർ ഇത് ആസൂത്രണം ചെയ്യുന്നു. അതിന്റെ പ്രാദേശിക വിഭാഗമായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന നടപ്പാക്കുന്നു. പാകിസ്ഥാൻ ഭീകരർ ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിന് നാട്ടുകാരുടെ സഹായവും കിട്ടിയിട്ടുണ്ട്. പഷ്തൂൺ ഭാഷ സംസാരിക്കുന്ന പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിൽ പങ്കിടുന്ന ആ മേഖലയിൽ നിന്നുള്ളവർ ഈ ആക്രമണത്തിൽ ഭാഗമായിട്ടുണ്ട്. അവരാണ് 2 ഭീകരവാദികൾ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സൈന്യത്തിന്റെ തിരച്ചിൽ തുടരുന്നു. അതോടൊപ്പം തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി എയർ ഇന്ത്യയും ഇൻഡിഗോയും പ്രത്യേക സർവീസ് നടത്തുകയാണ്. അതീവ ജാഗ്രതയിലേക്ക് രാജ്യം നീങ്ങുന്നു. തിരിച്ചടി ഏത് തരത്തിലായിരിക്കും എന്ന കാര്യങ്ങളിലുള്ള കൂടിയാലോചനകൾക്ക് കേന്ദ്ര സർക്കാർ ചർച്ചകൾ ആരംഭിക്കുകയാണ്. മന്ത്രിതല സുരക്ഷാകാര്യ സമിതിയുടെ അടിയന്തര യോഗം 6 മണിക്ക് ചേരാനിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ പഹൽഗാമിലെത്തിയിരിക്കുന്നു. നമുക്ക് ഈ വാർത്തയുടെ പൂർണ്ണമായ വിവരങ്ങൾ കാശ്മീരിൽ നിന്ന്, പഹൽഗാമിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. ഇപ്പോൾ പഹൽഗാമിൽ കാണുന്ന പ്രതിഷേധത്തിന്റെ, മെഹബൂബ മുഫ്തി അടക്കമുള്ളവർ പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. B. ദിലീപ് കുമാർ നമ്മളോടൊപ്പം ഉണ്ടാകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. വളരെ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം നമുക്ക് തിരികെ എത്താം പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി.